അങ്ങനെ രുദ്രൻ അവിടെ ഇരുന്നു. അവൻ ഇരുന്നത് ഗായത്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു കേട്ടോ. അവൻ്റെ കണ്ണുകൾ ഗായത്രിയുടെ കണ്ണുകളുടെ അടുത്തേക്ക് പോവുമായിരുന്നു, ഒരു അനുസരണയില്ലാതെ. അവൻ മാക്സിമം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് കല്യാണിയമ്മ വന്ന് അവനോട് പറയുന്നത്, മോൻ്റെ റൂമിൽ നിന്ന് കുറേ കാസറ്റുകൾ കിട്ടിയല്ലോ, അത് ആവശ്യമുള്ളതാണോ എന്ന്. അത് കേട്ടപ്പോൾ രുദ്രൻ പറഞ്ഞു, ആ അമ്മ, അത് ഞാൻ മുമ്പ് പാടുമായിരുന്നു, ആ സമയത്ത് പാട്ട് കേട്ട് പഠിക്കാൻ വേണ്ടി വാങ്ങിയതാ എന്ന്. അവൻ അങ്ങനെ പറഞ്ഞതും ചന്ദ്രശേഖരൻ ചോദിച്ചു, എന്നാ മോൻ ഇപ്പോൾ ഒരു പാട്ട് പാടുമോ എന്ന്. അത് കേട്ടതും അവൻ ഗായത്രിയെന്ന് നോക്കി. അവളുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസങ്ങളും അവൻ കണ്ടില്ല. അപ്പോൾ അവൻ ഇത്തിരി മടിയായി. അവൻ ചന്ദ്രശേഖരനോട് ചോദിച്ചു, സാർ അതിപ്പോൾ വേണോ എന്ന്. അപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, ഉറപ്പായി വേണമെന്ന്. പിന്നെ അവനെ എതിർത്ത് പറയാൻ പറ്റില്ലല്ലോ. അവൻ പാടാൻ തുടങ്ങി. ആ പാട്ട് അവൻ്റെ മനസ്സിൽ ഗായത്രിക്ക് വേണ്ടിയിട്ടാട്ടോ പാടിയത്. പൊന്നാമ്പൽ ചമയം നിന്നാണച്ചിമിഴിൽ കണ്ടീല, കാണാക്കടവിൽ പൊന്നൂഞ്ഞാൽപ്പടിയിൽ നിന്നോണച്ചിന്തും കേട്ടീല. ഓ കളപ്പുരക്കോലയിൽ നീ കാത്തു നിന്നീല, മരക്കുടക്കോണിൽ മെല്ലെ മെയ്യൊളിച്ചീല, പാട്ടൊന്നും പാടിയില്ല, പാൽ തുള്ളി പെയ്തില്ല, പാട്ടൊന്നും പാടിയില്ല, പാൽ തുള്ളി പെയ്തില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല, കരിമിഴിക്കുരുവിയെ കണ്ടില്ല, നീ ചെവിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. അവൻ പാട്ടുപാടുന്നതിൻ്റെ ഇടയിൽ ഗായത്രിയെ നോക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ. അവളും. രണ്ടാളും കണ്ണുകൾ നേർക്കുനേരെയായി ഒരു നിമിഷം. ആ കണ്ണുകൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പരസ്പരം. പക്ഷെ അത് രണ്ടാൾക്കും മനസ്സിലായെങ്കിലും അത് മനസ്സിലാക്കാത്ത പോലെ രണ്ടാളും അഭിനയിക്കാൻ തുടങ്ങി. പക്ഷെ ഈ അഭിനയം ആരോടാണെന്ന് രണ്ടാൾക്കും അറിയില്ല. ഗായത്രിക്ക് വേണ്ടിയിട്ടാണ് രുദ്രൻ അഭിനയിക്കുന്നത് എന്ന്. പക്ഷെ ഈ അഭിനയം അധിക കാലമൊന്നും പോകില്ല കേട്ടോ. അവർ പരസ്പരം എന്തായാലും തിരിച്ചറിയും. അവൻ പാടിത്തിരുന്നതും പിന്നെ കേട്ടത് 2 കയ്യടികളാണ്. ആ മേക്കപ്പ് ഇടാൻ വന്ന പെൺകുട്ടികളാണ് അവൻ്റെ പാട്ട് കേട്ട് കൈയടിച്ചത്. സാർ സൂപ്പറായിട്ടുണ്ട് പാടിയത്, പാടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ, ആ പെൺകുട്ടികളിൽ ഒരാൾ പറഞ്ഞു. അതിന് രുദ്രൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഗായത്രിയെ നോക്കി. ഗായത്രി അവരെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. എന്നാൽ രുദ്രൻ്റെ പാട്ടിന് അവളൊന്നും പറഞ്ഞില്ല. ചന്ദ്രശേഖരനും കല്യാണിയമ്മയും നന്നായിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞു. പക്ഷെ ഗായത്രി പറയാത്തതിൽ അവന് ഇത്തിരി വിഷമമുണ്ടെന്ന് കൂട്ടിക്കോ. അങ്ങനെ ഓരോന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് മേലെ നിന്ന് ഒരു ശബ്ദം കേട്ടത്. ആ ശബ്ദം ഉണ്ടാക്കിയത് ആരാന്നറിയോ? നമ്മുടെ ശിവമോള് തന്നെയാ. പുള്ളിക്കാരത്തി ഉറക്കം എഴുന്നേറ്റ് അമ്മയെ കാണാണ്ടിരുന്നപ്പോൾ കരഞ്ഞതാ. കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ടതും ഗായത്രി എഴുന്നേറ്റ് പോകാൻ നിന്നു. അപ്പോൾ രുദ്രൻ പറഞ്ഞു, മേഡം ഞാൻ പോയി കുഞ്ഞിനെ എടുക്കുക എന്ന്. അങ്ങനെ അവൻ മുകളിലേക്ക് പോയി കുഞ്ഞിനെ എടുത്തുകൊണ്ട് താഴോട്ട് വന്നു. കുഞ്ഞിപ്പെണ്ണ് അച്ഛനെ കണ്ട സന്തോഷത്തിൽ അവൻ്റെ കവളിൽ നുണയുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു കേട്ടോ. അതെല്ലാം ഗായത്രി നോക്കിക്കൊണ്ടിരുന്നു. അവൾക്ക് രണ്ടാളുടെയും കളിച്ചിരികൾ കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. അത് കാണുമ്പോൾ അവളുടെ മുഖത്ത് അവൾ അറിയാതെ തന്നെ ഒരു പ്രസാദം വരും. അങ്ങനെ ഗായത്രി അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മേക്കപ്പ് ഇടാൻ വന്ന പെൺകുട്ടികളിൽ ഒരാൾ ചോദിച്ചത്, മേഡം ഈ കുട്ടി ആരുടെ കുട്ടിയാ എന്ന്. അവരുടെ ആ ചോദ്യം കേട്ട രുദ്രൻ ഗായത്രി ഒന്ന് നോക്കിയ ശേഷം പറയാൻ വന്നു. അപ്പോഴേക്കും ഗായത്രി കയറി പറഞ്ഞു, ഇത് എൻ്റെ മകളാ എന്ന്. ഗായത്രി അത് പറഞ്ഞതും രുദ്രൻ അവളെയൊന്ന് നോക്കി. അവളുടെ വായിൽ നിന്ന് അങ്ങനെയുള്ള ഒരു വാക്ക് വന്നതിൽ അവൻ്റെ മനസ്സ് നിറഞ്ഞു എന്ന് തന്നെ പറയാം. അത് അങ്ങനെ തന്നെ ആവുമല്ലോ. ഒരച്ഛനും
ആഗ്രഹിക്കുക തൻ്റെ കുഞ്ഞിന് അമ്മയുടെ സ്ഥാനം മറ്റൊരു പെണ്ണിന് കൊടുക്കേണ്ടി വരുമ്പോൾ അവൾ പൂർണ്ണമായും തൻ്റെ കുഞ്ഞിനെ അംഗീകരിക്കുമോ എന്ന് ഏതൊരച്ഛനും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഗായത്രി മനസ്സുകൊണ്ടാണ് തൻ്റെ മോളെ അംഗീകരിക്കുന്നത് എന്ന് രുദ്രന് തീർച്ചയാകുമ്പോൾ അത് അവനിൽ സന്തോഷം നിറച്ചു. അവൻ സന്തോഷത്തോടു കൂടി ഗായത്രിയെ നോക്കി. അതിനവൾ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ ആ സന്തോഷം ഇരട്ടി മധുരമായി മാറി. അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി. രാവിലെ ഒരു 4 മണിയായപ്പോൾ ഗായത്രി എഴുന്നേറ്റു. ഗായത്രി എണീറ്റ് കുളിച്ച് വന്നപ്പോഴേക്കും കുഞ്ഞിനെ കല്യാണിയമ്മ വന്ന് എടുത്തുകൊണ്ട് പോയിരുന്നു. കാരണം ബ്രൈഡൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുഞ്ഞാവയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അതുകൊണ്ടാണ് കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്. കുഞ്ഞിനെ കല്യാണിയമ്മ റെഡിയാക്ക എന്ന് ഗായത്രിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗായത്രിയുടെ മേക്കപ്പ് തുടങ്ങി. രുദ്രൻ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ആ പെൺകുട്ടികൾ അവളെ അണിയിച്ചൊരുക്കിയത്. മുടി സ്ട്രെയിറ്റ് ചെയ്തപ്പോൾ അവളുടെ ഇടുപ്പിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. മുടിയിലെ ഫ്രണ്ട് ഭാഗം ചെറുതായിട്ട് കേൾ ചെയ്ത് പഫി സ്റ്റൈലിലേക്ക് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചു. കുഞ്ഞ് മുല്ലപ്പൂ മുട്ട് പോലുള്ള മാട്ടി അവളുടെ മുടിയിലേക്ക് ചേർത്ത് പിൻ ചെയ്തു. റോസ് മുത്തുകളുള്ള ഒരു ജിമിക്കായിരുന്നു അവൾ ഇട്ടത്. കണ്ണ് നീട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു. അവളുടെ ആ മിഴികൾ കാണുമ്പോൾ തന്നെ പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കൂടാതെ ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് ആ ഇളം പിങ്ക് നിറത്തിലുള്ള സാരിയിൽ അവളെ കാണുമ്പോൾ ശരിക്കും ഒരു ദേവി രൂപമായി തന്നെ തോന്നുമായിരുന്നു. അവൾ ആ സാരിയൊക്കെ ഉടുത്ത് താഴേക്ക് ഇറങ്ങി വന്നു. അവളെ വെയിറ്റ് ചെയ്ത് ചന്ദ്രശേഖരനും കല്യാണിയും ശിവമോളും രുദ്രനും ഒക്കെ ഉണ്ടായിരുന്നു. രുദ്രൻ ഗോൾഡൻ കളറുള്ള കുർത്തിയും വൈറ്റ് കളർ മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം. അവൻ്റെ മുഖത്തിൻ്റെ ഭംഗി കൂട്ടാനായി ചന്ദനം ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ കോണിപ്പടി ഇറങ്ങി വരുന്ന ഗായത്രിയിൽ ഒരു നിമിഷം നോക്കി നിന്നുപോയി. അവളുടെ ആ ഭംഗി അവനെ ആകർഷിക്കുന്ന പോലെ തോന്നി. അവൻ കൺചുമാതെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ താഴെ ഇറങ്ങി വന്നതും നേരെ ശിവമോളുടെ അടുത്തേക്കാണ് പോയത്. കുഞ്ഞിനെ അവൾ കല്യാണി അമ്മയുടെ അടുത്തു നിന്ന് വാങ്ങി. എന്നിട്ട് നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. വാവേ ഒരുക്കിയതൊക്കെ ശരിയാണ് എന്നൊക്കെ നോക്കി. അമ്മമാർ അങ്ങനെയാണല്ലോ, തൻ്റെ കുഞ്ഞിൻ്റെ സൗന്ദര്യം കൂടുതൽ ആസ്വദിക്കും, അത് കൂട്ടാനായി ശ്രമിക്കും. എപ്പോഴും മക്കളെ നല്ല ഭംഗിയിൽ കാണാനാണ് അവർ ആഗ്രഹിക്കുക. അത് തന്നെയാണ് ഗായത്രിയും ചെയ്യുന്നത്. കുഞ്ഞിൻ്റെ ഉടുപ്പ് ഗായത്രിയുടെ സാരിക്ക് മാച്ചിലാണ് അവൾ എടുത്തിരുന്നത് കേട്ടോ. അവൾ കുഞ്ഞിനെ കൊഞ്ചിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കല്യാണിയമ്മ പറഞ്ഞു, ഇനി കൊഞ്ചിച്ചൊക്കെ മതി, നമുക്ക് കല്യാണത്തിന് പോകാൻ സമയമായി എന്ന്. അത് കേട്ടപ്പോൾ കല്യാണിയമ്മയും ചന്ദ്രശേഖരും ഗായത്രിയും രുദ്രനും കൂടി ഇറങ്ങാൻ നിന്നു. 2 കാറുകളിലായിട്ടാണ് അവർ പുറപ്പെട്ടത്. ഗായത്രിയും കല്യാണിയമ്മയും ചന്ദ്രശേഖരനും ശിവമോളും ഒരു കാറിലും രുദ്രനും അവൻ്റെ ചങ്ങാതിമാരായ 2 കൂട്ടുകാരും കൂടി മറ്റൊരു കാറിലും. ആ കാറിൽ കയറുന്നത് വരെ ഗായത്രി രുദ്രനെ ഒന്ന് നോക്കിയ പോലും ഇല്ല. മനഃപൂർവ്വമാണോ മേഡങ്ങനെ ചെയ്യുന്നത് എന്ന് പോലും അവന് തോന്നി. അങ്ങനെ അവരുടെ വീടിനടുത്തുള്ള ഒരു ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ എത്തി. ക്ഷേത്രമുറ്റത്ത് വന്നിറങ്ങിയതും അവരെ ഒരു കുളിർത്തിന്നൽ തലോടി കൊണ്ടുപോയി. അമ്പലപ്പടി കെട്ടുകൾ ഇറങ്ങുമ്പോൾ ഗായത്രി ഇതിനു മുമ്പ് ഇതുപോലെ അണിഞ്ഞൊരുങ്ങി നല്ലൊരു ജീവിതം ആഗ്രഹിച്ച് തൊഴാൻ വന്നതും ആ പഴയ ഗായത്രിയെ അവൾ ഓർത്തെടുത്തു. എന്തോ അതോർത്തപ്പോൾ അവളുടെ ഉള്ളൊന്ന് വിറച്ചുപോയി. അവളെപ്പോലെ ചന്ദ്രശേഖരനും അതേ കാര്യം ഓർത്തിരുന്നു കേട്ടോ. അവരുടെ ജീവിതം മാറ്റിമറിച്ച ആ ദിവസത്തെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ അവർക്കായില്ല. ബാക്കി എന്താ നടക്കാന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.